Neyappams, a sweet native to Kerala, is a simple dish to make. The batter is made out of rice flour, sugar, milk, semolina, and cumin seeds, and it is fried till the raw batter is cooked into a crispy, sweet goodness. For Jasmine and Aji, the owners of Appu's Homemade Foods, making Neyappams is a symbol of their resilience. The couple, who lives in Idikki's Todapuzha, have been supplying Neyappams to churches since the mid 2000s. Their journey has not been a smooth one. The family has faced multiple health scares but found ways to overcome all trials and tribulations. Their son Akhil was diagnosed with cerebral palsy when he was just 6 months old. The couple tried several treatments to help him in Kottayam and Chennai. It wasn't the last of their worries though. Jasmine experienced discomfort in her eye while traveling. Doctors at Shankar Nethralaya diagnosed her condition as retinitis pigmentosa with a risk of losing eyesight by the age of 60. With no cure at that time, Jasmine turned to the church. എന്നാണ് അവർ പറഞ്ഞിരുന്നത്. പക്ഷേ ആ സമയത്ത് ഞങ്ങൾ എല്ലാ വർഷവും വേളാങ്കണ്ണി പള്ളി പോകുമായിരുന്നു. അങ്ങനെ പള്ളിയിൽ പോയപ്പോൾ ഒരു പ്രാവശ്യം അച്ഛനുമായിട്ട് സംസാരിച്ചു, മോൻ്റെ കാര്യവും എൻ്റെ കാര്യമൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, നമുക്ക് പുറത്ത് പോയി എന്തെങ്കിലും ഒരു ഇത് ചെയ്യണമെങ്കിൽ നമുക്ക് പാടല്ലേ, വീട്ടിൽ എന്തെങ്കിലും ഒന്ന് കണ്ടുപിടിച്ച് ചെയ്യുവാണെങ്കിൽ ഒത്തിരി നല്ലതായിരിക്കും. കാരണം നമ്മുടെ മനസ്സ് വിഷമിച്ച് പോകരുത്. നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റുകളും എൻ്റെ കണ്ണിൻ്റെയൊക്കെ ഇങ്ങനെ വരുമ്പോൾ തന്നെ ഒരു വിഷമം സങ്കടം ഒത്തിരി നമുക്ക് അനുഭവപ്പെടാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്തെങ്കിലും ഒരു ജോലി വ്യാപൃതയായിരിക്കുന്നത് നല്ലതായിരിക്കും. The family returned to their hometown after spending another year and a half in Chennai. വീട്ടിലിരുന്ന് എനിക്ക് വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് നെയ്യപ്പം ഉണ്ടാക്കി നോക്കി. തനിയെ തന്നെ ഉണ്ടാക്കി വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട്. അന്നേരം എല്ലാവരും അജിയും അമ്മയൊക്കെ ഉണ്ട്, അവർ നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞു. അതിനുശേഷം കുറച്ച് നാളുകൾക്ക് ശേഷം ഒന്നുകൂടെ ഉണ്ടാക്കി. അമ്മ അപ്പോഴും നല്ല അഭിപ്രായം പറഞ്ഞു. അപ്പോൾ അജിക്കൊരു കടയുണ്ടായിരുന്നു നമ്മുടെ തുടങ്ങനാട്ടിൽ തന്നെ. അതെ, എല്ലാവരും നല്ല അഭിപ്രായം. കാരണം നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരും നാട്ടിലുള്ള കടയും ആയതുകൊണ്ട് എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. പെട്ടെന്ന് അതങ്ങ് തീർന്നു പോയി. പിന്നെ നമ്മൾ ഇതിനെ ഉണ്ടാക്കുന്നതിനെ പറ്റി അങ്ങ് ആലോചിച്ചില്ലായിരുന്നു. പക്ഷെ ആൾക്കാർ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ചോദിക്കാൻ തുടങ്ങി. They named their store after their son Akhil, who is called Appu at home. The couple started off small. They used ingredients from their store and made Neyappam in their home kitchen. Slowly they hired more people as demand increased. Jasmine continued to work in the kitchen and poured batter into the oil. Around 2006, Jasmine's health suffered a setback. She was diagnosed with trigeminal neuralgia. 2 years later, her eyesight deteriorated. Jasmine had to stop standing near the stove, but the business was booming. They were making about 60 kilograms of Neyappam a day. കുഴപ്പമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അപ്പം 2009 അൽഫോൻസാമ്മ വിശുദ്ധയായിട്ടുള്ള വർഷം ആദ്യത്തെ തിരുനാളിന് അങ്ങോട്ട് നമ്മളൊന്ന് കടകളിൽ കൊടുക്കുന്നുണ്ടായിരുന്നു, കുറച്ച് കടകളിൽ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം പാലായിലുള്ള ഒരു കട മുഖേന സഫർണങ്ങാനം പള്ളിയിൽ നിന്ന് ചോദിച്ചു നമ്മളോട് ഒരു 1000 കിലോ നെയ്യപ്പം. 1000 കിലോ ചോദിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് ആദ്യം ഒരു ടെൻഷനായിരുന്നു, എങ്ങനെ ഉണ്ടാക്കും, ഇത്ര നമുക്ക് ആകെപ്പാടെ 4-6 സ്റ്റാഫേ ഉള്ളൂ, അപ്പം അതിനുള്ള പാത്രങ്ങളൊക്കെ അല്ലേ ഉള്ളൂ. പിന്നെ നമ്മൾ എന്നാലും ഉണ്ടാക്കാമെന്ന് കരുതി കുറച്ച് പാത്രങ്ങളെല്ലാം വാടകയ്ക്കെടുത്ത് സ്റ്റൗവും കുറച്ച് പണിക്കാരെയൊക്കെ പഠിപ്പിച്ചെടുത്ത് ഞങ്ങൾ 2 പള്ളിയിലോ, കാരണം ഞാൻ 2 പള്ളിയിലോട്ടുകൂടെ ആയിട്ട് 1200 കിലോയും പുറമെ കടകളിൽ കൊടുക്കാനുള്ളതും കൂടെ ഏകദേശം 1400 കിലോയോളം 10 ദിവസം കൊണ്ട് ഉണ്ടാക്കി. പിന്നെ അങ്ങനെ ഞങ്ങളൊരു 2013-14 ആയപ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ നല്ല തിരക്കുള്ള സമയം, 12 സ്റ്റാഫ്, കുറേ കടകളിൽ, പിന്നെ ഒത്തിരി പള്ളികളായി. അതുകൂടാതെ ഈ വീട്ടിൽ വന്ന് ഒത്തിരി പേര് മേടിക്കുന്നുണ്ട്. പിന്നെ വിദേശത്ത് പോകുന്നവരൊക്കെ ഇവിടെ വന്ന് മേടിച്ചുകൊണ്ട് പോകുന്നു. നമ്മുടെ ക്രിസ്ത്യൻസിൻ്റെ ചരമദിനം, ചരമവർഷം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേനെ വന്ന് മേടിക്കുന്നു. അങ്ങനെ നമ്മുടെ വീട്ടിൽ അത്യാവശ്യം നല്ല സെയിലായിട്ടുണ്ട്. The COVID lockdown forced them to innovate. അപ്പോൾ 2020 കൊറോണ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് നെയ്യപ്പം ഉണ്ടാക്കുന്ന എല്ലാം നിർത്തിയായിരുന്നു. കടകളും പള്ളികളും എല്ലാം അടഞ്ഞു. ആ സമയത്ത് നമ്മൾ പൊടിയുടെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അരിപ്പൊടി, ഗോതമ്പൊടി, റാഗി, അവലോസ് പൊടി, പിന്നെ ഇതിൻ്റെ എല്ലാം സ്റ്റീമേഡ് പുട്ടുപൊടികൾ, കൂടാതെ മില്ലറ്റ്സിൻ്റെ ഒരു 8 ഇനം പുട്ടുപൊടികൾ,
ഇതെല്ലാം നമ്മൾ ഈ ഒപ്പം തന്നെ ചെയ്തു പോകുന്നുണ്ട്. The couple have split duties. Jasmine takes care of production, Aji takes care of orders and maintenance. ഒരു 100% സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ എല്ലാം നന്നായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ നമ്മുടെ സ്റ്റാഫിന്റെ നല്ല സപ്പോർട്ടുണ്ട്. നമ്മുടെ വീട്ടുകാർക്കാണെങ്കിലും ഞങ്ങൾക്ക് എവിടെയെങ്കിലും പുറത്തൊക്കെ പോകണമെങ്കിൽ ഒന്ന് കൂട്ടി വിളിക്കണേലും അതൊക്കെ എല്ലാവരും സഹായിക്കും. എനിക്ക് മോനും മേലാത്തപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് പോകണേലും ഒരു കൂട്ട് വേണം ഞങ്ങൾക്ക്. അങ്ങനെ എല്ലാവരും കൂടെ കുഴപ്പമില്ലാതെ ഭംഗിയായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ ഒരു ജീവിതത്തിൽ ഞാൻ ഓർക്കുന്നത്, നമുക്ക് എന്നോട് ഇങ്ങനെ പലരും കാരണം മോനിങ്ങനെ എൻ്റെ കണ്ണിന് കാഴ്ച കുറഞ്ഞു വരുന്നു എന്നൊക്കെ അറിയുമ്പോൾ നമ്മുടെ ജീവിതം എങ്ങനെയാകും, ആകപ്പാടെ ഒരു വിഷമം സങ്കടം വരുന്നൊരവസ്ഥ ആകുമല്ലോ എന്നൊക്കെ എന്നോട് പലരും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പം എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ആർക്കും ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകണമെന്ന്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് എപ്പോഴും മനസ്സിൽ പ്രാർത്ഥിക്കായിരുന്നു. പക്ഷെ ഇപ്പം ദൈവം നമുക്കൊരു നല്ല മാർഗം ഇങ്ങനെ കാണിച്ചു തന്നു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ച ഒരു വഴിയല്ലായിരുന്നു ഇത്. ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊരു യൂണിറ്റ് തുടങ്ങാനായിരുന്നു ഇഷ്ടം. പക്ഷെ ഇങ്ങനെയാണ് നമ്മളെ കൊണ്ടുപോയി നമുക്ക് ഒരു മുന്നോട്ട് വരുമാന മാർഗം ഉണ്ടാകുന്ന, ഒപ്പം തന്നെ നമ്മുടെ കൂടെ നിൽക്കുന്നവർക്ക് നല്ലൊരു ഇതാക്കി മാറ്റാൻ സാധിക്കുന്നത് നമ്മുടെ ജീവിതത്തിന്റെ വലിയൊരു സന്തോഷം.